Thank you very much for introducing me and for giving me this opportunity to address a group of youngsters who are eager to get into the space of artificial intelligence. Okay. ഇതിൽ ഞാൻ ബേസിക്കലി കവർ ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എവിടെയൊക്കെ വരാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു കരിയർ ഉണ്ടാക്കാം, എങ്ങനെ നമുക്കൊരു കമ്പനി ഉണ്ടാക്കാം, എങ്ങനെ നമുക്കൊരു വലിയ കമ്പനി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഇത്. കാരണം വെറുതെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെമിനയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതും ചെയ്യാം. അതല്ല ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരുടെയും ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I hope there is an option for questions from the audience. കാരണം ഞാൻ ഇവിടെ 20-25 മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു 10 മാക്സിമം 15 മിനിറ്റ് സംസാരിച്ച് പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിന് എനിക്ക് കഴിയുന്നത്ര ഉത്തരം പറയുക എന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോർമാറ്റ്. ഇതിൽ അപ്പം ഞാൻ ഈ മൗണ്ട് ജൂഡി വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമാണ്. നിങ്ങൾ അധികം പേരും സ്റ്റാർട്ടപ്സായിട്ട് ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണം ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു PE ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻക്യുബേറ്റർ എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ആക്സിലറേറ്റർ എന്താണ്. ഞാൻ വെഞ്ചർ ക്യാപിറ്റൽ തൊട്ടുള്ള കാര്യങ്ങൾ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഐ എം ഷുവർ നിങ്ങളെല്ലാവരും ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിന് പല ആൾക്കാർ പൈസ കൊടുക്കുന്നു. ആ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ്, അതായത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പൈസ ഉപയോഗിച്ച് നല്ല സ്റ്റാർട്ടപ്സിനെ കണ്ടുപിടിച്ച് ആ സ്റ്റാർട്ടപ്സിൽ നമ്മൾ പൈസ ഇടുക, അതിൻ്റെ ഇക്വിറ്റി, അതിൻ്റെ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുക. അതൊരു 5 കൊല്ലം കൊണ്ട് നമ്മൾ വേറെ ആർക്കെങ്കിലും വിറ്റ് അതൊരു ലാഭം ഉണ്ടാക്കി ആ ലാഭം ഞങ്ങൾക്ക് പൈസ തന്ന ആൾക്കാർക്ക് ലാഭവിഹിതമായിട്ട് കൊടുക്കുക. ഇതാണൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമിൻ്റെ മെയിൻ ബിസിനസ്. അപ്പോൾ ആ ഇക്വിറ്റി എങ്ങനെ വലുതാക്കാൻ പറ്റും, ആ ഇക്വിറ്റി ഏത് തരം കമ്പനികളിൽ ഇട്ടാലാണ് കൂടുതൽ പൈസ നമുക്ക് നമ്മളെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു ആവറേജ് ഒരു മാസത്തിൽ ഒരു 60-70 പ്രപ്പോസൽസ് വരും. ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പാണ്, ഞങ്ങളുടെ പ്ലാൻ ഇതാണ്, ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഞങ്ങൾക്ക് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ 10 കോടി രൂപ വേണം, അല്ലെങ്കിൽ 50 കോടി രൂപ വേണം, എന്തായാലും ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് പൈസ അവർക്ക് ആവശ്യമുണ്ട്. ഈ വരുന്ന റിക്വസ്റ്റ് നമ്മൾ പഠിക്കുകയും അതിൽ പലതും നമ്മൾ ആദ്യം തന്നെ റിജക്റ്റ് ചെയ്യും. പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്തവരെ നമ്മൾ അവരുടെ ഫൗണ്ടേഴ്സായിട്ട് സംസാരിക്കുകയും അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും അവരുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കുകയും അത് കഴിഞ്ഞ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് വാല്യുവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, എന്ത് വാല്യുവേഷൻ കൊടുത്താലാണ് നമുക്കിതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാവുക എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടി നമ്മൾ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വരുന്ന 60-70 റിക്വസ്റ്റുകളിൽ 95% റിക്വസ്റ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ AI എന്നുള്ള വാക്ക് കാണും. ഓക്കെ, AI എന്ന് എഴുതാത്ത ഒരു റിക്വസ്റ്റ് ഇക്കാലത്ത് ഞങ്ങൾക്ക് വരാറില്ല. വളരെ വളരെ ചുരുക്കം ചില കേസസ് മാത്രമേ ഉള്ളൂ അതിലവർ AI എന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. അപ്പോൾ ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ പല കാര്യങ്ങളും ഇന്നലെയും കേട്ടിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ എനിക്കറിവില്ല. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് പല AI യൂസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നിങ്ങൾ പുറത്തുള്ള സ്റ്റോൾസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോ കണ്ടിട്ടുണ്ടാവാം. ഇന്ന് AI
നോർമൽ റണ്ണിങ് ഓഫ് ബിസിനസ്സിന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഗിവണാണ്. അതായത് ഒരു അക്കൗണ്ടിങ് ഇല്ലാതെ ഒരു ബിസിനസ് നമ്മൾ നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഇന്ന്. അതായത് ഇന്നാരും വന്ന് പറയില്ല ഞങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ളത് ആരും പറയില്ല. കാരണം അതില്ലാത്ത കമ്പനികളെ നമ്മൾ കമ്പനികളായിട്ട് തന്നെ കണക്കൂട്ടില്ല. അതേപോലെയാണ് ഇന്ന് AI സിറ്റുവേഷൻ. ഒരു ഭക്ഷണം വിൽക്കുന്ന ഒരു കാർട്ടാണെന്നുണ്ടെങ്കിൽ കൂടി ഓക്കെ, അവർ AI ഉപയോഗിച്ചിട്ട് എന്ത് തരം പ്രൊഡക്ട്സാണ് വിൽക്കുന്നത്, എങ്ങനെയാണ് അതിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക, എവിടെ നിന്നാണ് നമുക്കത് സോഴ്സ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ടും അവർ AI ഉപയോഗിച്ചും കണ്ടുപിടിക്കുകയും അതനുസരിച്ച് അവരുടെ ബിസിനസ് മോഡലുകൾ മാറ്റുകയും ചെയ്യണം എന്നുള്ളത് ഒരു പ്രീ റിക്വയർമെൻ്റാണ്. അപ്പോൾ ആസ് എ യങ്സ്റ്റർ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ അവരുടെ AI മോഡൽസ് ഉണ്ടാക്കാനും അവരുടെ AI ടൂൾസ് അവിടെ ഉപയോഗിക്കാനും അതിന് മാർക്കറ്റിങ്ങിന് വേണ്ടി ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആയാലും AI എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി. അത് ഒരു കരിയറാണ്. അതിലൊരു ശമ്പളം കിട്ടും, അല്ലെങ്കിൽ അതിലൊരു ഒരു കൺസൾട്ടൻസി പോലെയാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻസി ഫീസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആ ഒരു AI ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതം നയിക്കാനും പറ്റും. അതിനുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ചും കൂടി പ്രായമുള്ള ആൾക്കാർക്ക് പണ്ട് പ്രോഗ്രാമിംഗ് എങ്ങനെയാണോ ഒരു ഇൻ്റഗ്രൽ പാർട്ടായി മാറിയത്, അതേപോലെയാണ് ഇന്ന് AI. ശരിക്കും ഒരാൾ ജാവ പ്രോഗ്രാമിംഗ് ആണോ പഠിച്ചത്, C പ്രോഗ്രാമിംഗ് ആണോ പഠിച്ചത്, അല്ലെങ്കിൽ C# ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റും പൈത്തണും പോലെയുള്ള കാര്യങ്ങളാണോ എന്നുള്ളതല്ല കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ആ പ്രോഗ്രാമിംഗ് മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത്, എങ്ങനെയാണ് ആ പ്രോഗ്രാം കൊണ്ട് നമുക്ക് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നിടത്തോളം കാലം അവങ്ങനെയുള്ള ആൾക്കാർക്ക് ഓൾവേസ് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി രണ്ടാമത്തത്, ഒരു കമ്പനി ഇങ്ങനത്തെ കൺസൾട്ടൻസും ഇങ്ങനത്തെ ആൾക്കാരും വെച്ച് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വലിയ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വലിയ കമ്പനികളുടെ എക്സാമ്പിൾ എടുക്കാം. പണ്ട് വിപ്രോ, ഇൻഫോസിസോ, TCSോ പോലെയുള്ള കമ്പനികൾ അവർ ചെയ്തിരുന്നത് എന്താണ്, പ്രോഗ്രാമേഴ്സിനെയും ടെസ്റ്റേഴ്സിനെയും അവർ ഹയർ ചെയ്യുക. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് അവരെ ഒരു അവർലി ബേസിസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ അവരെ ഡിപ്ലോയ് ചെയ്യുക ഒരു കമ്പനിയിൽ. ആ കമ്പനിയിൽ നിന്ന് അവർ പൈസ എടുക്കുക. ഇതേപോലെ AI കൺസൾട്ടൻസിക്കുള്ള ഒരു സ്കോപ്പുണ്ട്. ഓക്കെ, പിന്നെ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ AI വെച്ചിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി അതിനേക്കാൾ കൂടുതൽ AI ഇൻ ഹെൽത്ത് കെയർ, എനിക്ക് തോന്നുന്നത് അതൊരു ഇന്നലത്തെ ഒരു സെഷനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ AI ഇൻ ഹെൽത്ത് കെയർ ഓൾസോ ഇസ് എ ബിഗ് പോസിബിലിറ്റി. പക്ഷേ ഇതിലൊക്കെ നിങ്ങൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്വന്തം കരിയറിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നില്ല. ഓക്കെ, ഈവൻ നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കുകയാണ്, അതായത് AI കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒരു സർട്ടൺ സൈസ് വരെ എത്തുന്നത്, അതായത് ഒരു 200 പേരുടെ 500 പേരുടെ ഒരു കമ്പനി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് വന്നേക്കാം. ഓക്കെ, ഇവർക്ക് കുറേ ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സ് ഇവർക്ക് റെഗുലറായി ബിസിനസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അവർക്ക് ഇൻ്റർനാഷണലി കസ്റ്റമേഴ്സിന് കിട്ടും, ഇവർ ഗ്രോ ചെയ്യും. അപ്പോൾ ഈ മൈൻഡ് ട്രീയെ പോലെയും ഇൻഫോസിസിനെ പോലെയും കമ്പനികളിൽ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വരും. പക്ഷേ അത് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് അല്ല, പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ്. അതായത് കുറച്ചും കൂടി ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ കമ്പനീനെ കൂടുതൽ വളർത്തുകയും
പിന്നീട് ആ കമ്പനിയെ പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷെയർസ് വിറ്റ് അതിൽ നിന്ന് അവർ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന റിക്വസ്റ്റ്, അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫേമിന് വരുന്ന റിക്വസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്ന ആൾക്കാരാണ് അധികം പേരും. ഈ ഞാൻ പറഞ്ഞത് കമ്പനികളിൽ ഒരു 50% കമ്പനികളും AI ബേസ്ഡ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് ഒരു എൻ്റർപ്രൈസിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ മിക്കവാറും 1-2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു AI കമ്പനി, ഓപ്പൺ AIയോ ഗൂഗിളോ മൈക്രോസോഫ്റ്റോ വേറെ ഏതെങ്കിലും ഒരു കമ്പനി അതേ ഫീച്ചേഴ്സുള്ള ഒരു അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അതിനെ തൊടാൻ പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പേടിക്കും. കാരണം ഞാൻ ഇതിൽ പൈസ ഇട്ടു, ഇതിനെ ഗ്രോ ചെയ്തു, ഒരു ദിവസം വന്ന് മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ഓപ്പൺ AIയോ ആരെങ്കിലും വന്ന് ഇതിനെ കംപ്ലീറ്റ് ആ മാർക്കറ്റ് തന്നെ ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പേടി കാരണം മെജോറിറ്റി വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ AI ഉപയോഗിച്ച് എങ്ങനെയുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിഷ് ഡൊമെയിൻ, ആ ഡൊമെയിനിൽ എക്സ്പെർട്ടീസ് ആവശ്യമുള്ള ഒരു ഇതിൽ നിങ്ങൾ AI ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ ബാക്ക് ചെയ്യാൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ കം AI പ്രൊഡക്റ്റ്, അതൊരു റൊബോട്ടിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ പല ഇതുണ്ട്, മറ്റെന്താണ് നിങ്ങളെ സ്മാർട്ട് വാച്ച്, ഹെൽത്ത് മോണിറ്ററിങ് ഇത്, അല്ലെങ്കിൽ റിങ്ങുകൾ, വെയറബിൾസ്, ഇതിൽ AI ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുകയും നിങ്ങളുടെ പല പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അലേർട്ട് തരാനും നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനും ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ഇതിൽ നിങ്ങൾക്കൊരു ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ ടെർമിനോളജി ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മോട്ട്, അതായത് ബാക്കിയുള്ളവർക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബാരിയർ ഉണ്ടാക്കുക. അതായത് മറ്റുള്ളവർ നിങ്ങളെ വന്ന് വളരെ പെട്ടെന്ന് വെട്ടിമാറ്റാതിരിക്കാൻ എന്താണുള്ളത്, ആ ഒരു ഹേർഡിൽ എന്താണ്, ആ ഒരു മോട്ട് എന്താണ് എന്നുള്ളതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നോക്കുക. അപ്പോൾ അങ്ങനെ ഈ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് AI അത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പിച്ചാണ്. ആ പിച്ച് ആരെങ്കിലും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതിൽ ഒന്നെങ്കിൽ നിഷ് ഡൊമെയിൻ, ആ ഡൊമെയിൻ എക്സ്പെർട്ടീസുള്ള ആൾക്കാർ ആ നിഷ് ഡൊമെയിനിൽ ഒരു ലീപ്പ് ഓഫ് ഇത് നേരത്തെ ഐ തിങ്ക് റോബിൻ ടോമി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ, ഇതൊരു നിഷ് ഡൊമെയിനാണ്. ഈ നിഷ് ഡൊമെയിനിൽ വലിയ കളിക്കാർ, വലിയ ജനറൽ കളിക്കാർ അതിൽ വരാൻ സാധ്യതയില്ല. ആ ഒരു ഡൊമെയിനിൻ്റെ എക്സ്പെർട്ടീസും അതിനാവശ്യമുണ്ട്. അങ്ങനെയുള്ള ഇതിലും വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, കാരണം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നോക്കുന്നത് എന്താണ്, ഇത് കഴിഞ്ഞ് 5 കൊല്ലത്തിനുള്ളിൽ വേറെ ആരാണ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അവർ വന്ന് ഇതിന് എന്ത് വില തരും, നമ്മളിതിനെ ഒരു ലെവൽ വരെ എത്തിച്ചാൽ എന്നുള്ളതാണ് നോക്കുക. ഇപ്പം നിങ്ങൾ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് മുമ്പിൽ വന്ന് പിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പിച്ചിന് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ പിച്ചിൽ പറയാൻ പറ്റുമോ, നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്താണ്, ആ സെല്ലിംഗ് പോയിൻ്റ് എന്തുകൊണ്ടാണ് നിങ്ങളെ കാര്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇനി ഐ വുഡ് വോണ്ട് ടു ടേക്ക് ഇറ്റ് വിത്ത് ദ ഓഡിയൻസ്. ഇതിൻ്റെ ഓഡിയൻസ് ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചാൽ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫ്രണ്ടിൽ.
Hello, sir. Thank you for the presentations. Really great. എൻ്റെ പേര് ഫിൻസി. ഐ റൺ എ കമ്പനി ഇൻ ഹെൽത്ത് ടെക്. നമ്മൾ ഇത്രയും നാളും ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു. നൗ വി ആർ ഗോയിങ് ഇൻ ടു ഫണ്ടിങ്. അപ്പം വൈൽ വി ആർ ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണലി നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഹൗ ഗുഡ് എ സൊല്യൂഷൻ ആർ വി ഓർ നമ്മുടെ സർവീസസ് ഇഫ് വി ഗോ ടു ഫണ്ടിങ് യുനോ നമ്മളിപ്പോൾ 10 years ആയി ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട്. ഇനി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടിങ്ങിന് പോകുന്നത്. One of the questions that I generally have, I run a AI team, and അത് നമ്മുടെ കമ്പനിയുടെ ഒരു പാർട്ട് മാത്രമാണ്. ബട്ട് ദെൻ നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ AI സൊല്യൂഷൻസിനെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ബിക്കോസ് സാറ് പറഞ്ഞ മാതിരി ഒരു പെരിഫറലായിട്ട് ബിസിനസ് പെർസ്പെക്റ്റീവിൽ സാറ് പറഞ്ഞു. പക്ഷേ ആ ടെക്നിക്കൽ സൊല്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് പ്രോബബ്ലി കുറച്ചുകൂടി ഡെപ്തിലായിരിക്കാം compared to our competitors, where our competitors might use വേറെ ആരെങ്കിലും ബിൽഡ് ചെയ്ത ആൽഗരിതം അല്ലെങ്കിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ആൽഗരിതം യൂസ് ചെയ്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ പെയിൻ എടുത്തിട്ട് ആ ആൽഗരിതം ഇൻ ഹൗസ് ബിൽഡ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിൽ R&D ചെയ്ത് ബിൽഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് ഫ്രം എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഡു യു ഇവാലുവേറ്റ് എങ്ങനെയാണ് ആ സൊല്യൂഷൻ ബിൽഡ് ചെയ്തത്? ആ സൊല്യൂഷൻ്റെ വാലിഡിറ്റി നോക്കാറുണ്ടോ? അതോ from a business perspective, will the solution sell? Because മറ്റതും സെല്ല് ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്, ഇതും സെല്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് വൺ ക്വസ്റ്റ്യൻ. സെക്കൻഡ് സർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സർ പറഞ്ഞ സെക്കൻഡ് ഇസ് ടുവേർഡ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് യു മെൻഷൻ ദാറ്റ് ദർ മൈറ്റ് ബി സൊല്യൂഷൻസ് ദാറ്റ് ഗൂഗിൾ പോലെയുള്ള വലിയ ബിൽഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വലിയ പ്ലേയേഴ്സ് കയറാൻ സാധ്യതയുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ കയറില്ല, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മടിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് സാറ് പറഞ്ഞു. അപ്പം അഗൈൻ മൈ ക്വസ്റ്റ്യൻ ഇസ് ദർ മൈറ്റ് ബി സൊല്യൂഷൻസ് ദാറ്റ് മൈറ്റ് ബി ഫസ്റ്റ് ഇൻ മാർക്കറ്റ്, സ്പീഡ് ടു മാർക്കറ്റിൽ ഫസ്റ്റ് ഇൻ മാർക്കറ്റ് ദാറ്റ് പ്രോബ്ലി ഗൂഗിൾ മൈറ്റ് ഹാവ് നോട്ട് തോട്ട് അബൌട്ട്. അല്ല അങ്ങനെ നമ്മൾ സൊല്യൂഷൻ ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ട്. ദർ ഹാവ് ബീൻ പീപ്പിൾ ഹു കെയിം അപ്പ് വിത്ത് എ വെരി മൈന്യൂട്ട് സൊല്യൂഷൻ ദാറ്റ് ബിക്കെയിം സോ ബിഗ് ദാറ്റ് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ വാങ്ങിയ സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ aren't you know leaving out on an opportunity where we could also bring something that Google also might have not thought about or not bought? അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകുമോ എന്നുള്ളതാണ്. Good questions. Okay, അപ്പോൾ let me take it again. You know, I would, as a investor, as a entrepreneur, you should also try and understand the psychology of the investor. Only then you will be able to pitch appropriately. Okay. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആർ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്സ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹാസ് ടു ബി എ വെരി കാൽക്കുലേറ്റഡ് റിസ്ക്. Okay, it is not that everything that we invest in is going to be successful. We know that some of those will fail. Okay, and if Google buys you out or Microsoft buys you out, that's a success for us, right? Because they're going to pay you a decent amount of money and we will get our share of that. Okay, Google or Microsoft വാങ്ങിക്കും എന്നുള്ളത് is not a concern. The concern is that such a general problem which so many people are looking at, that Microsoft decides that they may buy somebody else or they may develop it totally in-house, okay? Or Google thinks or whoever thinks, or DeepSeek. I mean, let's not ignore the Chinese. They're also, quite far ahead in this field right now. So that's the second the question, this thing. Regarding the first question, we will find it extremely difficult to understand and go into the algorithms that you're using and validate it against others who are doing something similar. Especially if the others have not come to us for investment, we will not be able to even know what kind of algorithms they're using. So, ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, you have to have a few customers who are paying you and who has enough faith in your product that they're willing to put some money behind that faith. Okay, and if you have some customers who have migrated from a different platform to your platform, that's a big plus, right? So we will talk to them, we will find out what they found bad in that, what they found good in yours, what shortcomings you have, and whether our money will be able to help you fix those shortcomings and grow bigger. Okay, so
we will never get a company which is ripe with everything right. Okay, then, you know, either that will be too costly for us, okay, for us to invest, or, you know, it never happens. So we always get companies which will have some shortcomings, some shortfalls, and we are willing to live with it. That is not something that, you know, I mean, we perfectly understand that. So that is not a problem. Okay. Any other questions? There's one person there. Fourth row, yeah. Hi sir, my name is Sebi. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഓൾസോ എ ഫൗണ്ടർ ഓഫ് എൻ AI എഡ്യൂക്കേഷണൽ സ്റ്റാർട്ടപ്പ്. അപ്പോൾ പുതിയതായിട്ട് വളർന്നു വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് അവർക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഏത് സ്റ്റേജ് ആവും ടിപ്പിക്കലി നിങ്ങൾ പ്രിഫർ ചെയ്യുക? ലൈക്ക് ഐഡിയേറ്റ്, അതുപോലെ തന്നെ MVP ആണോ, ട്രാക്ഷൻ ആണോ, ഏത് സ്റ്റേജ് ആവും നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഒരു സ്റ്റാർട്ടപ്പ് ഓണർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ കോമൺലി മേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ സ്റ്റാർട്ടപ്പ് ലൈക്ക് ഐഡിയാസ് വന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ കോമൺലി നിങ്ങൾ നോക്കുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഫുള്ളി മനസ്സിലാവുമെന്ന് അറിയില്ല. വൺ ക്വസ്റ്റ്യൻ വാസ് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് സ്റ്റേജാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ആൻഡ് രണ്ടാമത്തത് കോമൺ മിസ്റ്റേക്സ് ഡൺ ബൈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്. When they pitching to the investors. Okay. Common mistakes will be a one-day talk. Okay, so let me not get into that. അപ്പോൾ സ്റ്റേജിനെ പറ്റി പറഞ്ഞാൽ, don't look at what we are investing in. What you should be aware is that there are various other entities which will help you in different stages. So first, when you just have an idea, right, then you have the college incubators and, you know, there are probably even incubators outside college which will host you, give you some space, give you some, you know, a little bit of money or maybe some shared resources with which you can start off this thing and come up with at least an initial proof of concept. Okay? Once you have a proof of concept, then you can go to accelerators who will help you move faster and get a little bit more of the traction and try and get you in front of a few trial customers and so on, right? Now, you go past that stage, there are two options. One is you can get some funding from what are called as angel investors, or another, you know, very commonly used term is friends, family and fools. So you get money from them, and then you can go, you know, a step further. And then when you have what we call a product market fit, and a product market fit is when there are people who are paying money for the product or service that you are building. Okay, and there you have repeat orders or you have references through which you are getting other these things. That's when we come in to invest. Now, one common mistake which a lot of people do, which I should caution you about because I talked about this journey, is that everyone who invests will want, you know, their pound of flesh. You know, they want some benefit from the money that they put or the space that they have given you and so on. So they will ask for a percentage of your company, correct? Now, don't give away too much of your company to the initial these things. So if someone comes to us and the founders are holding less than 60%, we won't even look at it. Okay, so you have given more than 40% away just to the initial set of people. That means after we invest, your 60 will come down to below 50. The next person you invest, it will come even further down. And then you will lose motivation. Because you will be holding so little percentage of the company, you'll say, why worry about this? Let me go and take up a job somewhere else, right? So that's something that we don't want. So we want founders to come to us when they are holding,
70%, 80% ideally, but minimum 60 plus. Okay, I mean, that's the only one, mistake I want to point out right now. Then, let me also talk about another common mistake for this thing. I hope I'm not exceeding too much of the time. Is that a lot of people, start with the idea because they think that, this is, I think this is a great idea, so let me do it. Okay? You should always look at what is causing pain for others, right? And then solve for that pain. People will be much more willing to pay to remove a pain than for any other benefit. Okay? So as long as you're solving for a real customer pain, that's where commercial success will come to you. Okay? Or else it has to be such a drastic new idea and you have to have a rich family backing you up, then I would say go with anything other than that. Thanks. So that's it. Thank you so much, sir. Special thanks to Mr. Sharif Kottapuratha, Managing Partner of Mount Judy Ventures, for taking out time from his busy schedule to be with all of us and to share his experiences and to guide us, especially the people who are looking for some investors here. So we would love to welcome Mr. Nadeem Ahmed, CEO of Scale Up Village, to present a small token of appreciation to Mr. Sharif Kottapuratha. And here, can we all have a very big round of applause to Mr. Sharif Kottapuratha, Managing Partner of Mount Judy Ventures.